ഹലോ ഗായ്സ്, സോ ഇന്ന് ഇവന്റെ വ്ളോഗിൽ ഞാനാണ് സ്റ്റാർട്ട് ചെയ്തുള്ളത്. അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബാക്കില് ഉണ്ട്, വേറൊരാൾ ഇപ്പുറത്തുണ്ട്. അമ്മയാണ് വേണ്ടി മാറുകയാണ്. ഞങ്ങളിപ്പോ തൃശ്ശൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ലാപ്പ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്സിജനിൽ നല്ലൊരു ഓഫർ റോഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോണത്. യെസ്, ഓഫ് കോഴ്സ്. ഓക്സിജൻ ഞങ്ങൾക്ക് നല്ല റേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് അവൻ വ്ളോഗ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഗ്യാസ് ചെയ്യാത്തത്, അല്ലാണ്ട് അവനക്ക് അറിയാണ്ടല്ലോ. അപ്പൊ ഇനി എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിയണി അത് കൊറിയെന്ന് ഇറക്കിയിട്ടുള്ള ഇതിനെ കൊറേ ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. പപ്പ മമ്മ മെയ്ഡ് ഇൻ ഇന്ത്യ, ഫ്രം കൊറിയ. ഇവാന്റെ സൗണ്ട് ഒക്കെ മറ്റാള് കുട്ടീനെ കൊണ്ട് മുഖമൊക്കെ മറച്ചിക്കണ്. നമ്മള് ഓക്സിജനിലേക്ക് പോവുകയാണ് ഗൈസ്. എന്താ പർച്ചേസ് ചെയ്യാനാണ് ഫാദർക്ക? ഒരു മാക്ബുക്ക് എയർ. നമ്മളെ മാക്ബുക്ക് എയർ M1 ചിപ്പ് ഉള്ളത് എഡിറ്റിങ്ങിന്റെ കുറച്ച് പർപ്പസിനായിട്ട് നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോണത്. ആരാണ് കാണിക്കാതെ ഞങ്ങളെ കാണിക്കണ്ട. നിങ്ങളെ കാണിക്കാൻ ഇത് ബാക്ക് ക്യാമറ ആക്കി തയ്യപ്പോ എനിക്കറിയില്ല. അപ്പൊ ഗൈസ് നമ്മിപ്പോ വന്നിരിക്കണത് എവിടാണ്? സൈബർ സെൽ. നമ്മളെ തൃശ്ശൂര് സൈബർ സെൽ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അവിടെ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ പാത്തുന്റെ പേരും വെച്ചിട്ട് കുറെ ഫേക്ക് അക്കൗണ്ടുകളും അങ്ങനെ 2-3 അക്കൗണ്ടിൽ കുറെ മോശപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ ആൾക്കാരോട് മെസ്സേജ് അയക്കാം. പാത്തുന്റെ ഫോട്ടോ വെച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ പാത്തുന്റെ പേരും പറഞ്ഞിട്ട് പാത്തുന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് മോശപ്പെട്ട രീതിയിലാണ് മെസ്സേജ് അയക്കണത്. ഇനി ആരെങ്കിലും നിങ്ങളൊക്കെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കാശിന്റെ വല്ല ഇടപാടായിട്ട് സംസാരിക്കാൻ ചെയ്താൽ നമ്മളെ ഭാഗത്തു നിന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക, നമ്മളാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ നമ്മളായിട്ട് നിങ്ങൾക്ക് പാത്തുൻ്റെ അക്കൗണ്ട് അറിയാലോ. പാത്തുൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് ഫാത്തിമത്ത് സൂറ 124. അത് ഗേൾ ഓഫ് പാച്ചു എന്നിട്ടില്ലേ, ആ അക്കൗണ്ടാണ്. അല്ലാണ്ട് വേറെ ഏത് അക്കൗണ്ടിൽ ഇപ്പോൾ പാത്തുൻ്റെ പേര് പറഞ്ഞിട്ട് ഏത് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വന്നാലും ഫോട്ടോസ് വന്നാലും ശരി, പൈസ ചോദിച്ചിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ എൻ്റെ നമ്പറൊക്കെ ഉള്ളതാണ്. അപ്പം എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക. അത് ഫേക്കാണോ ഒറിജിനലാണോ നിങ്ങൾ അറിയാൻ നോക്കാം. ഞങ്ങൾ ഇങ്ങനത്തെ വേറൊരു അക്കൗണ്ടും പാത്രമില്ല. അപ്പം ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് വന്നാണ്. സൈബർ സെല്ലി വന്നിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായി മക്കളെ നിങ്ങളെ ഈ ലാപ്ടോപ്പ് നോക്കണ പരിപാടി? ഓക്കെ, എമൗണ്ട് ഇല്ല. ഗൈസ് നമ്മളിപ്പോൾ ഫഹദ് ബ്രോക്ക് ഒരു ലാപ്പ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ നോക്കുന്നുണ്ട്. ഒന്ന് ആരോ വെയിറ്റ് ചെയ്യുന്ന ആരോ ഫ്രണ്ട് ആരോ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തി വാച്ചോ മറ്റേ സംസാരിച്ചേ കൊറിയൻ ഭാഷ സംസാരിച്ചേ ഈ വാച്ചോ. ഇത് കൊറിയനെ കൂട്ടി ഉണ്ടായി. കൊറിയനെ മാത്രമേ സംസാരിക്കുള്ളൂ, മലയാളം അറിയില്ല. മലയാളത്തിലാകെ മാമ എന്ന് മാത്രം അറിയാം. എന്താ ഇന്നെ വലിയ നടപടിയാവോ? നടപടി ആയാൽ മതി. കിട്ടും, അതല്ലാത്ത കേസിലാണ് ഞാൻ ചിലപ്പോൾ ആക്ടി സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതിൽ ചെയ്യാൻ ഓപ്ഷൻ ചെയ്യുന്നത് നമ്പർ കണക്ട് ചെയ്ത്
നമുക്ക് വൈഫൈ വരുന്നത് 60 GB RAM 5 GB 4 GB RTX 30 GHz അത് വരുമ്പോൾ $75 വ്യത്യസ്തയുടെ ഒരു ബേസ് മോഡലാണ് അത് വരുമ്പോൾ ഇത് ഗെയിമിംഗ് സുഹറ, താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആ, അപ്പൊ ഒന്നും പറയണ്ട, ഉണ്ടാടുക്കോ. പറയൂ. വേണ്ട 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 വേണ്ട. ദമ്മു എൻ്റെ അമ്മു. പ്രോ മാക്സാണ് ഏറ്റവും നല്ലത്. കുഴപ്പമില്ല. പക്ഷെ ഐഫോണിൻ്റെ ഒക്കെ ഒരു ഓഫറില്ലേ ഈ കൊച്ചിയിൽ ഇതൊരു ഷോപ്പിൻ്റെ, എന്താണ് മറ്റേ ഷോപ്പിൻ്റെ പേര്? എന്താണ്? വെൽ സ്റ്റോർ എന്തോ സ്റ്റോർ ഉണ്ട്. ഭയങ്കര ഓഫറൊക്കെ കണ്ടിട്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മുത്തുമണി. ഇത് ഞങ്ങളുടെ മുത്തുമണി. ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ ചിരിച്ചേ. ഇത് നോക്കി നോക്കിയേ, ചിരിക്കി 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 ചിരിച്ചേ, ചിരിക്കി ചിരിക്കി ചിരിച്ചേ, ചിരിക്കി ചിരിക്കി. ഉണിക്ക് എന്നാലും ഇന്നെ എണീപ്പിക്കണല്ലേ. ഞാനിവിടെ ഒരു കഷ്ടം ഒന്നെടുത്തേ. പ്രസംഗിക്കൂ. എന്താ പറയാനല്ലേ ഇവാച്ചുന്? എന്താ പറയാനല്ലേ ഇവാച്ചുന്? ഇതിൽ നോക്കിയിട്ട് എന്താ പറയാനല്ലേ ഇവാച്ചു? ക്യാമറ നോക്കി പറയൂ, എന്താ പറയാനല്ലേ? ഇത് വേണോ? പേന? ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും പറയണ്ടേ ഇവാച്ചു? ഇതോ? അത് നോ 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 നോ. ചീത്തറിയോ? ഏതാനാ? എന്താ ഓക്കെ? ഹാപ്പി? ഓക്കെ. ഇതിൽ നോക്കിയിട്ട് പറഞ്ഞ ഹാപ്പി എന്ന് പറഞ്ഞ ഈ വാച്ചോ. ഇതൊക്കെ ഇതെന്താ? എന്ത് പറയും? നോക്കിയേ, ഇത് നോക്കി വാച്ചോ. അഫു അങ്ങനെയൊക്കെ ഈ വാച്ചോ, ഈ വാച്ചു നോക്കിയണ്ട. അഫു ഇതിങ്ങനെ പോസ്റ്റായി നിൽക്കുന്നത് വേറെ ഒന്നുമില്ല. ATM കാർഡ് എടുക്കണില്ല. ATM കാർഡിൽ നിന്ന് ഇത്ര പൈസ കുറേ നോക്കിയിട്ട് പൈസ പോകണില്ല. എന്താണല്ലോ ഇത് 79-80,000 രൂപയുടെ സാധനമാണ് ആൾ വാങ്ങുന്നത്. പക്ഷേ ATM കാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ 1.5-2 മണിക്കൂറോളം ഞങ്ങൾ ATM കാർഡ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ കിട്ടണില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നൊന്നും അറിയാണ്ട് കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാണ് ഇപ്പോൾ ഈ നിൽക്കണത്. അതാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ATM കാർഡ് കണ്ടത്. വീണ്ടും ട്രൈ ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങൾ ലാപ്ടോപ്പ്, ഫഹദ് ബ്രോ ലാപ്ടോപ്പ് അങ്ങനെ സ്വന്തമാക്കി. ഞങ്ങൾ ഈ വന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് ഞങ്ങൾക്ക് ATM കാർഡൊക്കെ ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടാണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും റിട്ടേൺ പോയി. ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും പോയിട്ടാണ് ഈ ലാപ്പ് എടുക്കുന്നത്. ആപ്പിൻ്റെതാണ് ലാപ്പ്. അങ്ങനെ മൂപ്പയാൾ ഈ വ്യക്തിയാണ്, ഈ കൈമാറുന്ന വ്യക്തി. അവിടെ രാഹുൽ എന്നാണ് പേര്. പക്ഷെ നല്ല നീറ്റ് മനുഷ്യൻ, നല്ല പാവം, നല്ല ക്യാരക്ടറും നമ്മളെ കസ്റ്റമറുകളൊക്കെ നല്ല രീതിയിൽ പെരുമാറി. നമ്മളോടൊക്കെ എന്ത് മാന്യമായിട്ടാണ് പെരുമാറി. ഞങ്ങൾ അത്രയ്ക്ക് ലേറ്റായിട്ട് വന്നിട്ട് പോലും ഒരു ഷോപ്പ് കൂട്ടേണ്ട ടീമിൽ ലേറ്റായിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ നല്ല സ്നേഹത്തോടെ സംസാരിക്കും. ഇതാ ഈ നമ്മൾ ഈ ലാപ്പ് ഇതാ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ
പേരുന്ന് വിളിച്ചു. ആപ്പിളിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരൊന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് അത് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ലോഗിനൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി തരണത്. ക്യാഷ് ഇവരിത് അവിടെ ഓരോ ഫോണിലെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കണ്ടാവും എന്തത് 2 ദിവസം 2 ഔട്ട്ഫിറ്റിലായിട്ട് ഞങ്ങൾ വന്നിരിക്കണമെന്ന്. മിഞ്ഞാന്ന് ഇതുപോലെ നമ്മൾ വന്നിട്ട് എന്തുണ്ടായി, പിന്നെ നമ്മളെ കാർഡ് വർക്ക് ചെയ്യണില്ല. കാർഡ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പേരിൽ നമ്മൾ തിരിച്ചു പോയി. അപ്പം ഇവരും കുറച്ച് പോസ്റ്റ് ആക്കി അത് തിരിച്ചു പോയി. കുറച്ച് പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മള് 9 മണി വരെ 9-9:30 വരെ ഇവിടുത്തെ ഏറ്റവും ഈ ഓക്സിജന്റെ ഒരു പ്ലസ് പോയിന്റ്, അതായത് അവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. അതായത് ഒന്ന് നമ്മുടെ സ്റ്റാഫ് രാഹുൽ, അവൻ അടിപൊളി സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു ഒരു ടീം ലീഡർ ഉണ്ട്, അദ്ദേഹം അടിപൊളി സപ്പോർട്ടാണ് നമുക്ക് തന്നത്. നമുക്ക് പൈസ എന്നിട്ട് പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല, നോർമലി നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് നമ്മളിതിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ വേറെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഇത് നമ്മളെ ട്രോഫിയാണ്, വേറെ ആരുമല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഓക്സിജന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കസ്റ്റമർ സർവീസിൽ 100% സാറ്റിസ്ഫാക്ഷനാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പറയാം. കാരണം ഇപ്പോൾ 9 മണിക്ക് അടക്കണമാണ് ഇവർ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചാവക്കാട് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ സമയം ഏതാണ്ട് ഒരു 8 മണി 7:45 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ വിളിച്ച് പറഞ്ഞ് നമ്മൾ എത്തും. അപ്പോൾ 9:30 ആ ടൈമോളം ഓടിയിട്ടാണ് നമ്മൾ എത്തിയത്. കാരണം മഴയും ബ്ലോക്കൊക്കെ ആയിട്ട് ആ ടൈം വരെ ഇവരിവിടെ ഇത്രയും ടൈം, ഇപ്പോൾ സമയം 10:30, ഇത്രയും ടൈം അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അതും അവരുടെ ഫേസിലോ അവരുടെ നമ്മുടെ ബിഹേവിയറിലൊന്നും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ നമ്മളെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാനും അവരത്ര ടൈം എടുത്ത്. സോ ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ്. അതന്നെ പറയാം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ നമുക്ക് എന്ത് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിലും പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ അടിയിലിടാം, കമൻറ്റ് ഇടണം, അത് മറക്കണ്ട. അപ്പോൾ ഓക്കെ, ഓഫ് കോഴ്സ്. ബൈ. ബൈ.